നോക്കൂ നിങ്ങൾ, ആ വേദിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരവസ്ഥ, ഒരു നേതാവ് നിന്നിങ്ങനെ സതീശനെ വിളിക്കാൻ പോവുകയാണ് സ്വീകരിക്കാനായി. അപ്പോൾ പെട്ടെന്നൊരു പ്രവർത്തകൻ സ്റ്റേജിലേക്ക് ഓടി വന്നിട്ട് മൈക്ക് തട്ടിമാറ്റിയിട്ട് പറയാണ്, പ്രസാദേ, നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റേജിൽ ബഹളമുണ്ടാക്കരുത്. നമ്മുടെ ഈ ജാഥ ക്യാപ്റ്റൻ സതീശൻ്റെ അവമാനിക്കുന്ന രീതിയിൽ ഒന്നും ഇവിടെ നടന്നുകൂടാ എന്ന് മൈക്കിലൂടെ പറയുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ അച്ചടക്കമില്ലായ്മ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഷോക്കേസ് ചെയ്യപ്പെട്ട ഒരു ജാഥയല്ലേ പുതുയുഗയാത്ര? കോൺഗ്രസ് വൃത്തങ്ങൾ വലത് ഹാൻഡിലുകൾ കൂട്ടമായി വന്ന് അതിനെ തടുത്തു നിർത്താൻ ശ്രമിച്ചിട്ടും അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ശ്രമിച്ചിട്ടും തരിശായി പോയ ഒരു പുതുയുഗയാത്ര. ചുവടെ വരുന്ന വീഡിയോ കൂടി നിങ്ങൾ കാണുക, കൗതുക കാഴ്ചയുടെ അവസാന മണിക്കൂറുകളിലേക്ക്. ശരിയല്ല കേട്ടോ പ്രസാദേ, ഇത് വിളിക്കും, ഇത് പറഞ്ഞാൽ പിന്നെ അത് ശരിയല്ല. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട UDF ചെയർമാൻ, ദയവായി ഈ സ്വീകരണ പരിപാടികൾ നമ്മൾ ഇതിന് ശേഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദയവായി ഇത് അച്ചടക്കം പാലിക്കണം. ദയവായി സ്വീകരണം അതിനുശേഷം മതി. ശ്രീ VD സതീശൻ അവരുടെ പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ പുനലൂരിലെ ഫണ്ടിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് ശരിയല്ല കേട്ടോ പ്രസാദേ, ഇത് വിളിക്കും, ഇത് പറഞ്ഞാൽ പിന്നെ അത് ശരിയല്ല. നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കണം. നമ്മളിവിടെ അച്ചടക്കത്തോടു കൂടി നിങ്ങളുടെ എല്ലാം പേരുകൾ വിളിക്കും. ആ പേര് വിളിക്കുമ്പോൾ ഇവിടെ വരിക. ഓരോരുത്തരും ഒന്ന് മാലയിട്ട് കഴിഞ്ഞാൽ അത് ആരാണെന്ന് പോലും നമ്മുടെ നേതാവ് അറിയത്തില്ല.